മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഇന്ന് പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ്. ഇത് വേദപുസ്തകം വളരെ ഊന്നലോടെ പറയുന്ന ഒരു കാര്യമാണ്. ചില വേളയിൽ നമുക്ക് തോന്നും ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുമ്പോൾ, മാനസികമായി ഇടിഞ്ഞു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട്, ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന്. 14-ാമത്തെ വാക്യം നോക്കിക്കേ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പുടുത്ത് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ. മലാക്കി പ്രവചനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വീണ്ടും കാണും. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദൈവഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, ദൈവം അത് ശ്രദ്ധ വെച്ച് കേട്ടു. 16-ാമത്തെ വാക്യം. യഹോവഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. രണ്ടാമത് അവിടെ വായിക്കുന്ന യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഭൂമിയിൽ പലപ്പോഴും മനുഷ്യൻ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ ആളുകൾ വിസ്മരിച്ചു പോകാം. പക്ഷേ നമ്മുടെ ദൈവം മറന്നുപോകുന്ന ദൈവമല്ല, മറവിയില്ലാത്ത ദൈവമാണ്. ദൈവം അതെല്ലാം കുറിച്ചു വെക്കുകയാണ്. അമാലേക്ക് ഇസ്രായേൽ ജനത്തെ പിൻപിലൂടെ വന്ന് ബലഹീനരെ സംഹരിച്ചു കളഞ്ഞ കാര്യം ദൈവം പറയാണ്, ഞാൻ അത് കുറിച്ചു വെച്ചിരിക്കുന്നു. ദൈവം മോശയോടും അക്കാര്യം പറയുമ്പോൾ, നീ അതൊരു പുസ്തകത്തിൽ എഴുതി വെക്കണം, യോശുവയെ കേൾപ്പിക്കണം. ഒരിക്കല് ബിഗ്ദാൻ, തേരശ് എന്നീ 2 വ്യക്തികൾ ചേർന്ന് അഹശ്വേരോശ് രാജാവിനെ വധിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തി. ഇക്കാര്യം മണത്തറിഞ്ഞ മൊർദെഖായി രാജാവിനെ വസ്തുത അറിയിച്ചു. രാജാവ് അന്വേഷണം നടത്തിയപ്പോൾ അത് സത്യമാണ് എന്നറിഞ്ഞു. അവരെ കൊന്നുകളഞ്ഞു. തനിക്ക് നേരെ ഗൂഢാലോചന നടത്തിയ ആ 2 പേരെ കൊന്നുകളഞ്ഞു എന്നുള്ള ചരിത്രം രാജകീയ രേഖയിൽ എഴുതി വെക്കാൻ ആവശ്യപ്പെട്ടു. രാജാവിന്റെ ചരിത്ര രേഖയിൽ അത് രേഖപ്പെട്ടു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഹാമാൻ ഇസ്രായേൽ ജനത്തെ കൊല്ലുവാൻ, വിശേഷിയ മൊർദെഖായിയെ കൊല്ലുവാൻ വേണ്ടി കരുക്കൾ നീക്കി. അന്ന് രാത്രി ദൈവം രാജാവിന്റെ ഉറക്കം എടുത്തു കളഞ്ഞു. രാജാവിന് ഉറക്കം വരുന്നില്ല. പുസ്തകം കൊണ്ടൊന്ന് വായിക്കാൻ പറഞ്ഞു. പഴയ രാജകീയ ചരിത്രങ്ങൾ കൊണ്ടൊന്ന് വായിക്കാൻ പറഞ്ഞു. എസ്തേറിന്റെ പുസ്തകം 2-21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഈ തേരസും ബിഗ്ദാനും രാജാവിന് നേരെ ഗൂഢാലോചന നടത്തിയ ചരിത്രം പറയുന്നത്. അത് എഴുതി വച്ചിരിക്കുന്ന ഭാഗം വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞത് 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ്. അങ്ങനെ വായിച്ചു കേട്ടോണ്ടിരുന്നപ്പോ രാജാവ് ചോദിച്ചു, ആട്ടെ, എന്റെ ജീവനെ രക്ഷിച്ച മൊർദെഖായിക്ക് നമ്മൾ എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിട്ടുണ്ടോ? രേഖ വായിച്ചവൻ പറഞ്ഞു, അങ്ങനൊന്നും ഇതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. മൊർദെഖായിയെ രാത്രിയിൽ തന്നെ കൊണ്ടുവരികയാണ്. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് രാജാവിന്റെ കുതിരപ്പുറത്ത് അവനെ കയറ്റി നല്ല അങ്കി ധരിപ്പിച്ച്, ആരാണോ അവനെ വധിക്കാൻ വേണ്ടി മൊർദെഖായിക്ക് വേണ്ടി കഴുകുമരം ഒരുക്കിയത് ആ ഹാമാൻ തന്നെ അത് പെരുമ്പറ മുഴക്കി നാട്ടിലൂടെ ഘോഷിച്ചുകൊണ്ട് നടന്നു. രാജാവിന്റെ ജീവനെ രക്ഷിച്ചവന് വേണ്ടി അപ്പോഴൊന്നും കൊടുത്തില്ലെങ്കിലും അത് രാജകീയ രേഖയിൽ രേഖപ്പെടുത്തിയിരുന്നത് കൊണ്ട് പിന്നത്തേതിൽ അതിന് പ്രതിഫലം കൊടുത്തു. ദൈവത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. 17-ാമത്തെ വാക്യം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം ഏതാണ്? ആ ദിവസം
ക്രോധത്തിന്റെ ദിവസമാണ്. അത് താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. ആ ന്യായവിധിയുടെ ദിവസത്തിൽ ഞാൻ അവരെ തീക്കിരയായി ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നമ്മുടെ ഒരു വീട് കത്തിയാൽ ആ വീട്ടിൽ ഏറ്റവും വിലപിടിപ്പുള്ളതല്ലേ നമ്മൾ പുറത്തേക്ക് എങ്ങനെങ്കിലും എടുത്ത് രക്ഷിക്കുന്നത്. ദൈവം പറയാണ്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം അന്ന് അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. 4 അവിടെ വായിക്കുകയാണ്, ഒരു പിതാവ് തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ സ്നേഹവാത്സല്യത്തോടെ ഞാൻ അവനെ ആദരിക്കും. നിന്നെ ആരും ആദരിക്കുന്നില്ലെങ്കിലും, ആരും നിന്നോട് സ്നേഹവായ്പോടെ ഇടപെടുന്നില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ആദരിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ വീണ്ടും കാണും. യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിന്റെ 15 വാക്യം, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. മോശയുടെ കാലത്ത് യോശുവയെ കുറിച്ച് വായിക്കുന്നത്, അവൻ കൂടാരം വിട്ട് പിരിയാതിരുന്നു എന്നാണ്. പുറപ്പാട് പുസ്തകം 33:11 വായിക്കുന്നത്, യോശുവ കൂടാരം വിട്ട് പിരിയാതെ ഇരുന്നു. 11 വാക്യം, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെ. യോശുവയുടെ ഒരു ജീവിതാനുഭവം, അവൻ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. കൂടാരം വിട്ടുപിരിയാതിരുന്ന ദൈവികമായ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ണാലെ കണ്ടിട്ടുള്ള യോശുവ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ യോശുവ, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഇസ്രായേൽ ജനതയും ഒരുമിച്ച് ഒരു വിശാല സ്ഥലത്ത് വിളിച്ചുകൂട്ടി അവരോടായി താൻ നടത്തുന്ന സുദീർഘമായ ഒരു പ്രഭാഷണം. 24 അധ്യായത്തിന്റെ 5 വാക്യം, പിന്നെ ഞാൻ മോശയെയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു. അതിന്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറയുമ്പോൾ ചരിത്രത്തിൽ നിന്നുള്ള 3 സംഭവങ്ങൾ താൻ അവിടെ ഉദാഹരിക്കുകയാണ്. ഒന്ന്, മിസ്രൈമിൽ നടന്ന ബാധകളാണ്. ആ 10 ബാധയും മിസ്രൈമിൽ ഉണ്ടായപ്പോൾ തിരുവെഴുത്ത് വായിക്കുകയാണ്, ഇസ്രായേൽ മക്കൾക്ക് ഒരു ബാധയും സംഭവിച്ചില്ല. ഉദാഹരണം, കടിഞ്ഞൂൽ സംഹാരം. മിസ്രൈമിന്റെ ആദ്യജാതന്മാരെല്ലാം സംഹരിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരുടെ കുഞ്ഞാടിന്റെ രക്തം കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടിയവരുടെ ആരുടെയും വീടുകളിൽ സംഹാരദൂതൻ പ്രവേശിച്ചില്ല. കൂരിരുട്ടുണ്ടായി. മിസ്രൈമ്യര് 3 ദിവസം രാവും പകലും അവരുടെ കൂടാരങ്ങളിൽ വെളിച്ചമില്ലായിരുന്നു. ഒരുത്തനും ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റില്ല. അത്രമാത്രം കൂരിരുട്ടായിരുന്നു. എന്നാൽ തിരുവെഴുത്ത് വായിക്കുന്നു, എന്നാലോ ഇസ്രായേല്യർക്ക് തങ്ങളുടെ കൂടാരങ്ങളിൽ രാവും പകലും വെളിച്ചമുണ്ടായിരുന്നു. ഇനി 7 വാക്യം നോക്കിയാട്ടെ. അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രൈമ്യർക്കും മധ്യേ അന്ധകാരം വച്ചു കടൽ അവരുടെ മേൽ വരുത്തി. താൻ പറയുന്ന 2ാമത്തെ ചരിത്രം ചെങ്കടലിൽ സംഭവിച്ച കാര്യമാണ് ഉദാഹരിക്കുന്നത്. ചെങ്കടലിലൂടെ ജനം കടന്നുപോയപ്പോൾ ദൈവം തന്റെ ജനത്തിനു വേണ്ടി പാത തുറന്നു. ഇസ്രായേൽ മക്കൾക്ക് കടന്നു പോകാൻ ചെങ്കടലിൽ ദൈവം പാത തുറന്നു. അവര് തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോനും സൈന്യവും പിന്നാലെ വരുന്നതാണ് കാണുന്നത്. അവിടെ മോശ ദൈവ നിയോഗപ്രകാരം വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. 2, ഇന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. അവര് കണ്ടതെന്താ? തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും വരുന്നതാണ് കണ്ടത്.
എന്നാൽ ദൈവം വരുത്തുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാൾ കാണുകയില്ല. തിരിഞ്ഞു നോക്കിയാൽ ശത്രുവിനെ കാണാം, എന്നാൽ മുൻപോട്ട് നോക്കിയാൽ ദൈവം വരുത്തുന്ന രക്ഷ കാണാം. ആ പാതയിലൂടെ അവരക്കരയെത്തി. മോശ വടി തിരിച്ചു പിടിച്ചു. ജലമതിലായി നിന്ന ആ വെള്ളം ആ ജനത്തിന്റെ മേൽ വീണു. 18-ാമത്തെ വാക്യം. ദേശത്ത് പാർത്തിരുന്ന അമോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും. ഞങ്ങൾ ദൈവത്തെ സേവിക്കും എന്നുള്ളതിന്റെ മൂന്നാമത്തെ തെളിവാൻ പറയുന്നത് കനാനിലെ ബലമുള്ള ജാതികളെ ദൈവം നീക്കിക്കളഞ്ഞ കാര്യമാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവന്ന് ഫലസ്തീനിൽ താമസിപ്പിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ, ഹിത്യർ, അമോര്യർ, ഗിർഗശ്യർ തുടങ്ങിയ 7 ബലമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് അവരെ ദൈവത്തോട് താമസിപ്പിച്ചു. സ്വന്തം ഭുജം കൊണ്ടല്ല അവർ വിജയം നേടിയത്, വാളുകൊണ്ടല്ല അവർ വിജയം നേടിയത്. പിന്നെ എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത് കൊണ്ടാണ്. അവിടെ ഒരു ചരിത്ര സംഭവം ഉദാഹരിച്ചിട്ടുണ്ട്. കടന്നലുകളെ അയച്ച് ദൈവം ശത്രുക്കളെ ചിതറിച്ചു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലൊരു വ്യത്യാസം. യോശുവ ഈ പ്രഖ്യാപനം നടത്തിയതിന്റെ അനന്തരഫലം എന്തായിരുന്നു? 21-ാമത്തെ വാക്യം. ജനം യോശുവയോട് ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞു. 22-ാമത്തെ വാക്യം. യോശുവ ജനത്തോട് യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അടുത്തത്. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ. 31-ാമത്തെ വാക്യം. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. ഇനി നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു. മതി. വിശ്വാസ വീരന്മാരുടെ ചരിത്രം പറഞ്ഞപ്പോൾ വിശ്വാസത്താൽ അവർ ചെയ്തെടുത്ത കാര്യങ്ങൾ വിവരിക്കുകയാണ്. അതിലെ 2 കാര്യങ്ങളാണ് നാം ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു. മറ്റൊന്ന്, അവർ തീയുടെ ബലം കെടുത്തി. ഇബ്രായ ബാലന്മാർക്ക് ബാബിലോണിൽ വെച്ച് ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആഹാര സംബന്ധിയായ കാര്യമാണ്. അവർക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യാനുള്ളവരായതുകൊണ്ട് നല്ല ജ്ഞാനവും നിപുണതയും ഉള്ളവരായി അവർ തീരേണ്ടതിന്, മാറേണ്ടതിന് അവർക്ക് നല്ല ആഹാരങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ന്യായപ്രമാണം വിലക്കുന്നതോ, രക്തം വാർന്നു പോകാത്തതോ, ശ്വാസം മുട്ടി ചത്തതോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് നിവേദിച്ചതോ ആയ പല ആഹാരങ്ങളും ആ രാജകീയ മേശയിൽ ഉണ്ടായിരുന്നിരിക്കാം. ആ മെസ്സിന്റെ ചുമതലക്കാരനായ അസ്പനസിനോട് എബ്രായ ബാലന്മാർ എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെ ഒരു 10 ദിവസത്തേക്ക് പരീക്ഷിച്ചുള്ളൂ. രാജാവിന്റെ മേശയിലെ ആഹാരം ഞങ്ങൾക്ക് വേണ്ട. പ്രൈസലോ, ഞങ്ങൾക്ക് ശാഖപദാർത്ഥം തന്നു നോക്കും. അദ്ദേഹം പറഞ്ഞു, അയ്യോ, നിങ്ങൾ ഈ ഐറ്റമിനില്ലാത്ത ആഹാരം കൂടെ കഴിച്ച് നിങ്ങളുടെ മോക്കെ ഓഞ്ഞിരുന്നാൽ രാജാവ് എന്നെ കൊല്ലും. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു 10 ദിവസത്തേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്ക്, അതിനുശേഷം എന്താണോ വ്യത്യാസം അതനുസരിച്ച് ചെയ്തു കൊള്ളുക. 10 ദിവസം കഴിഞ്ഞപ്പോൾ രാജകീയ മേശയിൽ ഭക്ഷിച്ചവരെക്കാൾ ശാഖപദാർത്ഥം ഭക്ഷിച്ചവരുടെ മുഖത്തിന് ഓജസ്സും തേജസ്സും ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? പുറപ്പാട് 23-ന്റെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഇവിടെ എബ്രായ ബാലന്മാര് 4 പേരും, ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ അല്ലെ, അവർ 4 പേരും ഈ വ്യത്യാസം ഭക്ഷണ വിഷയത്തിൽ അനുഭവിച്ചറിഞ്ഞു.
പക്ഷെ തിരുവെഴുത്ത് പറയുന്നത് വ്യത്യാസം നിങ്ങൾ വീണ്ടും കാണും, ആവർത്തിക്കപ്പെടുകയാണ്. ദൂര സമഭൂമിയിൽ 60 മുഴം ഉയരത്തിൽ 6 മുഴം വീതിയിൽ സ്വർണം കൊണ്ട് നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് എല്ലാവരും അതിനെ കുമ്പിട്ട് ആരാധിക്കണമെന്ന് പറഞ്ഞു. കൽപ്പന കർശനമായിരുന്നു. എബ്രായ ബാലന്മാർ മാത്രം വിഗ്രഹത്തെ ആരാധിച്ചില്ല. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വിഗ്രഹാരാധന ദൈവം ക്ഷമിക്കാത്ത ഒരു പാപമാണ്. ഈ 3 എബ്രായ ബാലന്മാർ മാത്രം ആ വിഗ്രഹത്തെ ആരാധിക്കാതെ വന്നപ്പോൾ അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളയുമെന്ന് രാജാവ് ഭീഷണിപ്പെടുത്തി. ഇവരുടെ തീരുമാനം തിരുത്താനായിട്ട് ചൂളയുടെ ചൂട് 7 മടങ്ങ് കൂട്ടി. ഇവർക്ക് വേണ്ടി മാത്രമായി 6 വിധ നാദഭേദങ്ങൾ രണ്ടാമതും മുഴക്കി. അവരുടെ മറുപടി, രാജാവേ, 2 അല്ല 2000 വട്ടം ഈ ചെണ്ട മുഴക്കിയാലും 7 അല്ല 70 ഇരട്ടി ഇതിന്റെ ചൂട് നീ കൂട്ടിയാലും ഞങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ല. അവർ പറഞ്ഞ വാചകം, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ രാജാവിന്റെ കയ്യിൽ നിന്നും തീച്ചൂളയിൽ നിന്നും വിടുവിക്കാൻ കഴിയും. രാജകൽപ്പനയോട് ചെറുത്ത് നിന്നതുകൊണ്ട് അവരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ഇടുവാൻ വന്ന ബലശാലികൾ ജ്വാല തട്ടിയപ്പോൾ കരിഞ്ഞു. എങ്കിലും എബ്രായ ബാലന്മാരുടെ ദേഹത്തിന് ഒരു കേടും ഭവിച്ചില്ല. അവരുടെ മുടി കരിഞ്ഞില്ല, അവരുടെ വസ്ത്രത്തിന്റെ നൂല് കരിഞ്ഞില്ല. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചേ, അവരുടെ കയ്യിലും കാലിലും കെട്ടിയിരുന്ന വടങ്ങൾ കരിഞ്ഞു, കയറ് കരിഞ്ഞു, പക്ഷെ അവരുടെ വസ്ത്രത്തിന്റെ നൂല് കരിഞ്ഞില്ല. ബലശാലികൾ ജ്വാല തട്ടിയപ്പോൾ കരിഞ്ഞു പോയപ്പോൾ അവരുടെ ദേഹത്തിന് തീയുടെ മണം പോലും തട്ടിയില്ല. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ കർത്താവ് 4-മനായി അവിടേക്ക് ഇറങ്ങി വന്നു. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി. എബ്രായ ലേഖനത്തിൽ വായിച്ച 2-ാമത്തെ പദം, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു. ഭക്ഷണ വിഷയത്തിൽ 4 പേരും ഉണ്ടായിരുന്നു, പക്ഷെ വിഗ്രഹാരാധന എന്നുള്ള വിഷയത്തിൽ 3 പേരേ ഉള്ളൂ. വ്യത്യാസം നിങ്ങൾ വീണ്ടും കാണുമെന്നെങ്കിൽ ദാനിയേലിനും ഒരു പ്രതിസന്ധി ഉണ്ടാവണം. ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവനാണ്. രാജാവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നൊരു നിയമം അവിടെ ഉണ്ടാക്കിയത്. അല്ലാതെ വേറെ ഏതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ വിശന്ന് കിടക്കുന്ന സിംഹങ്ങളുടെ കുഴിയിലേക്ക് വലിച്ചെറിയും. ദാനിയേൽ തനിക്ക് നേരെ ആ രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ മുട്ടുകുത്തി യെരുശലേമിന് നേരെയുള്ള ജനൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു? ദാവീദ് പറഞ്ഞു, ഞാൻ വൈകുന്നേരവും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. 3 പ്രാവശ്യം. എന്തുകൊണ്ട് ജനൽ യെരുശലേമിന് നേരെ തുറന്നിട്ടു? 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ പറയുകയാണ്, ദൈവമേ, നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം, അവരുടെ അകൃത്യ നിമിത്തം അന്യജാതികൾ അവരെ ബദ്ധരാക്കി കൊണ്ടുപോകുകയും ആ നാട്ടിൽ വെച്ച് അവരവരുടെ അകൃത്യത്തെ കുറിച്ച് അനുദപിച്ച് നിന്റെ നാമം സ്ഥാപിപ്പാൻ നീ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക. ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്ത. അതുകൊണ്ടാണ് യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട്. പക്ഷേ താൻ പ്രാർത്ഥിച്ചെങ്കിലും പിടിക്കപ്പെട്ടു. തന്നെ കൊണ്ടുപോയി വിശന്നു കിടക്കുന്ന സിംഹങ്ങളുടെ കുഴിയിലേക്ക് ഇട്ടുകളഞ്ഞു. ദാനിയേലിന് സിംഹങ്ങൾ ഒരു കേടും വരുത്തിയില്ല. എബ്രായ ലേഖനത്തിലെ വാക്യം, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു. സിംഹങ്ങൾ ബഹുവചനമാണ്. ഒരു സിംഹമാണെങ്കിൽ അതിന് വയറിന് എന്തോ കുഴപ്പമായോണ്ട് ആ പുള്ളി തിന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയാമായിരുന്നു. സിംഹങ്ങൾ, വിശ്വാസത്താൽ അവൻ സിംഹങ്ങളുടെ വായടച്ചു. രാജാവിന് അന്ന് രാത്രി ഉറക്കം വന്നില്ല. പള്ളിമത്തയില വെഞ്ചാമരം വീശുന്നുണ്ട്, സകലവിധ സുഖസൗകര്യമുണ്ട്, പക്ഷെ രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. ആ ജീവനുള്ള ദൈവത്തിന്റെ പുരുഷനായ ദാനിയേലേ എന്ന് വിളിച്ചു. സിംഹങ്ങൾ നിനക്ക് കേടുവരുത്തിയില്ലേ എന്ന് ചോദിച്ചു. അതിന് ദാനിയേൽ ഉത്തരം പറഞ്ഞ എന്തെന്നാൽ, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, ഞാൻ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു കളഞ്ഞു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം
നിങ്ങൾ വീണ്ടും കാണുകയാണ്. മറ്റൊരു വ്യക്തിത്വം ഏലിയാവാണ്. യാക്കോബ് 5:17. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസവീരനൊക്കെ ആണെങ്കിലും നമ്മളെ പോലെയുള്ള മനുഷ്യരായിരുന്നു. എന്താ നമ്മളെ പോലെയുള്ള മനുഷ്യൻ എന്ന് പറയാൻ കാരണം? ഈ പുള്ളിക്ക് നിരാശ തോന്നിയിട്ടില്ലേ? ഈ പുള്ളിക്ക് മരണഭയം തോന്നിയില്ലേ? മതി യഹോവേ, പ്രാണനെ എടുത്തുകൊള്ളണേ എന്ന് പുള്ളിയും വിലപിച്ചിട്ടില്ലേ? കർമ്മേലിൽ വലിയ ശുശ്രൂഷ ചെയ്തവനാണെങ്കിലും ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പാകെ അവന്റെ മനസ്സിടിഞ്ഞു പോയില്ലേ? അവന്റെ ജീവിതത്തിൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം പല പ്രാവശ്യം കാണുവാൻ ദൈവത്തിന് ഭാഗ്യം നൽകിയിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. ജൂൺ ജൂലൈ മാസത്തിൽ മഴ പെയ്യുമെന്നുള്ളത് സാധാരണ രീതിയാണ്. ഡിസംബർ മാസത്തിൽ മഞ്ഞ് പെയ്യും, തണുപ്പുണ്ടെന്നുള്ളത് നമ്മുടെ നാട്ടിൽ സാധാരണ സംഭവമാണ്. പക്ഷെ ഒരാൾ വന്നിട്ട് പറയും, ഇല്ല ഞാൻ പറഞ്ഞിട്ടേ ഇനി മഞ്ഞും മഴയും പെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആള് ചോദിക്കും, പുള്ളിക്ക് എന്തോ കിറുക്കാണ്. പക്ഷേ ഏലിയാവ് ഈ പ്രഖ്യാപനം നടത്തിയത് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. 1-2 വാക്യങ്ങൾ നോക്കിയാട്ടെ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 16-17 വാക്യം. നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹലോ, അന്യ ദൈവങ്ങളെ ചെന്ന് സേവിച്ചാൽ എന്ത് സംഭവിക്കും? ആവർത്തന പുസ്തകം 28-23 വായിക്കുന്നത്, നിന്റെ മീതെയുള്ള ആകാശം ചെമ്പും താഴെയുള്ള ഭൂമി ഇരുമ്പുമാകും. ഇതേ വചനം ലേവ്യ പുസ്തകം 26-19 വായിക്കുന്നത്, ആകാശം ഇരുമ്പും ഭൂമി ചെമ്പുമായി മാറും. ആവർത്തന പുസ്തകത്തിൽ വായിച്ചത് ആകാശം ചെമ്പ് ഭൂമി ഇരുമ്പ്. ലേവ്യ പുസ്തകത്തിൽ വായിക്കുകയാണ് നേരെ തിരിച്ച്, ആകാശം ഇരുമ്പ് ഭൂമി ചെമ്പ് ആയി മാറും. എന്താ? അന്യ ദൈവങ്ങളെ സേവിക്കരുത്, സേവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. ഏലിയാവ് പറഞ്ഞത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 3 ആണ്ടും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഒടുവിൽ ഏലിയാവ് ആ സമയമായപ്പോൾ രാജാവിന് ചെന്ന് തന്നെത്താൻ കാണിക്കുമ്പോ പറയുന്നൊരു വാക്കെന്ന് വായിച്ചാട്ടെ. 18-ാം അധ്യായം 15-ാം വാക്യം. അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. കണ്ടോ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവ. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം. കർമ്മേൽ മലമുകളിൽ ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെയും ആരാധകരെയും എല്ലാം വിളിച്ചുകൂട്ടി. ബാൽ ദൈവമെങ്കിൽ അവനെ സേവിപ്പീൻ, യഹോവ ദൈവമെങ്കിൽ അവനെ സേവിപ്പീൻ. ആദ്യത്തെ ഊഴം അവർക്ക് കൊടുത്തു. അവര് കാളയെ കണ്ടിച്ചു വച്ചിട്ട് ശരീരം പോലും കുത്തിമുറിപ്പെടുത്തി രാവിലെ മുതൽ ഉച്ചവരെ ഉറക്ക നിലവിളിച്ചു. ബാല ഉത്തരം അരുളണമെന്ന്. യാതൊരു പ്രത്യുത്തരവും കിട്ടിയില്ല. ഏലിയാവ് ചെന്നിട്ട് അവരെ പരിഹസിക്കുക. നിങ്ങളുടെ ദേവൻ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും, ഉറക്ക വിളിപ്പീൻ. നിങ്ങളുടെ ദൈവത്തിന് ക്ഷീണമുണ്ട്, മയക്കമുണ്ട്, ഉറക്കം വരും. പക്ഷെ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. ഉറക്ക വിളിപ്പീൻ എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവത്തിന് ചിലപ്പോ ചെവി കേൾക്കാതെ വരും. പക്ഷെ എന്റെ ദൈവം എന്റെ ഞരക്കത്തിന്റെ ഒച്ച പോലും ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്നവനാണ്. ആദ്യത്തെ ഊഴം അവർക്ക് കൊടുത്തു. അവര് ശരീരം വരെ മുറിപ്പെടുത്തി ഉറക്ക വിളിച്ച് പ്രാർത്ഥിച്ചു. യാതൊരു ഉത്തരവും ഉണ്ടായില്ല. ഏലിയാവ് ചെന്ന് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി പണിത് അവിടെ മുഴുവൻ വെള്ളം കോരി നിറച്ച് നനച്ച് വിറകി കത്താത്ത പരുവത്തിലാക്കി. 2 സെയ ഗോതമ്പ് വിതയ്ക്കത്തക്ക രീതിയിൽ അവിടെ മുഴുവൻ ചെളിയും ചേറുമായി. തീ കത്തത്തില്ല. പക്ഷേ അവൻ വിശ്വാസത്താൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ ജനം അറിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് തീയിറങ്ങി ആ യാഗവസ്തു ദഹിപ്പിച്ചു പോയി. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തതും വ്യത്യാസം. ദേശത്ത് പിന്നെ മഴ പെയ്യാൻ തുടങ്ങുകയാണ്.
രാജാവിനോട് പറഞ്ഞു, നീ കുതിരവണ്ടിയിൽ കയറി ഓടിപ്പോയിക്കോളാൻ. പക്ഷെ രാജാവ് പോയപ്പോൾ ഇവനെ കൂടെ കയറ്റിക്കൊണ്ടുപോയില്ല. പക്ഷെ അവന്റെ നെടുവീർ പറഞ്ഞ ദൈവം തന്റെ കരം അവന്റെ മേൽ അയച്ചു. അവൻ അരമുറുക്കിക്കൊണ്ട് രാജാവിന്റെ കുതിരവണ്ടിക്ക് മുമ്പിലോടി. കാലാളുകളോട് ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടെ നീ എങ്ങനെ ഓടും? എങ്ങനെ അവൻ ഓടിയത്? അവന്റെ ബലത്താലല്ല. വൃദ്ധനായ ഏലിയാവിന് കുതിരവണ്ടിക്ക് മുമ്പിലോടാൻ കരിഞ്ഞതിന്റെ കാരണം അവന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിയായിരുന്നു. ഒരു പുതിയ നിയമത്തിൽ നിന്നുള്ള ഒരു ചിന്ത കൂടെ ഞാൻ ചുരുക്കി പറയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം 23-ാമത്തെ വാക്യം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. അദ്രിയക്കടലിൽ 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അലയുകയാണ്, ഉടലുകയാണ്. രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയ വേളയിൽ, ആഹാരമുണ്ടായിട്ടും ആരും കഴിക്കാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പൗലോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റിന്ന് ആഹാരമെടുത്ത് കഴിക്കുകയാണ്. നിങ്ങൾ ആഹാരം ഭക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഇത് നിങ്ങളുടെ ദേഹരക്ഷയ്ക്കുള്ളതല്ലോ. എന്നിട്ട് താൻ ഒരു പ്രചോദനമുള്ള ഒരു പ്രബോധനം പറയുകയാണ്. ദൈവം നൽകിയ ഒരു പ്രവചനം, ഒരു പ്രഖ്യാപനമായി താൻ പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ എന്റെ അരികെ നിന്നു. കൂരിരുട്ടുകൊണ്ട് മൂടപ്പെട്ട ആ സാഹചര്യത്തിൽ ഭക്തൻ ദൈവ സാമീപ്യം ആസ്വദിച്ചു. എന്താണ്? ഈ യാത്രയിൽ കപ്പലിന് ഛേദം വരും, പക്ഷെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ദൈവനോട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. കപ്പലിൽ എത്ര പേരുണ്ടെന്നുള്ള ലിസ്റ്റ് കപ്പിത്താന്റെയും മാലുമിയുടെയും കയ്യിലാ. പക്ഷെ ദൈവത്തിന് അവരുടെ മുഴുവൻ പേരറിയാം, അവരെത്ര പേരുണ്ടെന്നറിയാം. ആ കപ്പലിൽ 276 പേരുണ്ടായിരുന്നു. ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. കപ്പൽ തകർന്നു. നീന്തറിയാവുന്നവർ നീന്തി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ തകർന്ന കപ്പലിന്റെ പലകപ്പുറത്ത് കരയ്ക്ക് ചെന്നിറങ്ങി. അദ്രിയക്കടലിന്റെ ഉൾക്കടലിൽ വെച്ച് അലയുന്ന വേളയിലായിരുന്നു ഈ കപ്പൽ തകർന്നിരുന്നതെങ്കിൽ ഒരുത്തൻ പോലും രക്ഷപ്പെടില്ല. പക്ഷേ കപ്പൽ തകർന്നുവെങ്കിലും തീരത്തോടടുത്തപ്പോൾ മാത്രമേ കപ്പൽ തകരാൻ ദൈവം അനുവദിച്ചുള്ളൂ. തീരത്ത് ചെന്നിറങ്ങി. തണുപ്പാണ്. ഉള്ള വിറകൊക്കെ വെച്ചവർ തീ കൂട്ടി. തീ കായുകയാണ്. പൗലോസ് വിറവ് ഇറക്കിക്കൊണ്ടുവന്ന് തീക്കകത്തേക്ക് ഇട്ടപ്പോ വിറകിനകത്തിരുന്ന ഒരണലി, ഈ ചൂട് കൊണ്ട് അണലി ജീവരക്ഷയ്ക്ക് വേണ്ടി പൗലോസിന്റെ കയ്യെ ചുറ്റി. ഉടനെ കണ്ടിരുന്നവര് പറഞ്ഞു, ഇവനൊരു ഭയങ്കര കൊലപാതകനാ. കടലിൽ നിന്ന് അവനൊരു പരുവത്തിന് രക്ഷപ്പെട്ടെങ്കിലും നമ്മുടെ നീതിദേവി, ഏതാ പാമ്പ്, നീതിദേവി അവനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല. കാരണം അവന്റെ കയ്യിൽ എന്താ ചുറ്റിയേക്കുന്നേ? അവര് വിചാരിച്ചു ഇപ്പൊ ഇവൻ ചത്ത് വീർത്ത് വീഴും. ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്തതും തമ്മിലൊരു വ്യത്യാസം. എല്ലാവരും വിചാരിച്ചത് അവനിപ്പോൾ ചത്ത് വീർത്ത് വീഴുമെന്നാണ്. പക്ഷേ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ കൃപ അവരുടെ മേലുണ്ടായിരുന്നു. വിശ്വാസത്താൽ അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്നു കുടിച്ചാലും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. പാമ്പ് പൗലോസിന്റെ കയ്യിൽ ചുറ്റിയിട്ട് പോലും അവനൊരു കേടും ഭവിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം. പൗലോസ് അവിടെ ചെല്ലുമ്പോൾ പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് പ്രമാണിയുടെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് രോഗിയായി കിടക്കുകയാണ്. പൗലോസ് അവിടെ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവനെ സൗഖ്യമാക്കി. എന്തുകൊണ്ട്? കപ്പൽ തകർന്നു. കപ്പൽ തകർന്നെങ്കിൽ മാത്രമേ മെലീത്തയിലേക്ക് സുവിശേഷം എത്തുമായിരുന്നുള്ളൂ. കപ്പൽ തകർന്നു എങ്കിൽ മാത്രമേ പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിയും കുടുംബവും അവരെല്ലാവരും വിശ്വാസത്തിലേക്ക് വരത്തുള്ളൂ. കപ്പൽ തകർന്നു എങ്കിൽ മാത്രമേ കടലിലേക്ക് വലിച്ചു കളഞ്ഞതൊക്കെ ദൈവം കപ്പലിലേക്ക് കയറ്റി തരുന്ന ദൈവത്തിന്റെ വിസ്മയകരമായ പ്രവൃത്തി കാണുവാൻ കഴിയത്തുള്ളൂ.
കപ്പൽ തകർന്ന് തുടർന്ന് യാത്രയ്ക്ക് വാഹനമില്ലാതെ അവർ ഭാരപ്പെട്ട വേളയിൽ ദൈവത്തിന്റെ കരുതൽ അവർ കണ്ടു. അശ്വനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയൻ കപ്പൽ കഴിഞ്ഞ 3 മാസമായി ആ തീരത്ത് കിടക്കുന്നതായിട്ട് അവർ കണ്ടു. ആളുകളെല്ലാം പറയും, തണുപ്പ് കഴിഞ്ഞിട്ട് യാത്രയാവാനാണ് ഈ അശ്വനി ചിഹ്നമുള്ള അലക്സാന്ദ്രിയൻ കപ്പൽ അവിടെ കിടക്കുന്നതെന്ന്. പക്ഷെ ദൈവത്തിന് പറയാൻ വേറൊരു ദൂതുണ്ട്, എൻ്റെ ദാസനെ ക്ഷേമത്തോടെ കൈസരിയിലെത്തിക്കണം. ദൈവത്തിന്റെ കരുതലുകൾ എത്രയോ ശ്രേഷ്ഠമാണ്. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. ശബ്ദം പിന്നിൽ കെട്ടിടും നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.